നോബിൾ ബാബു തോമസ് എഴുതി അഭിനയിച്ച ഒരു മൂവിയാണ് കരം എന്ന് പറയുന്ന ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്ത ഈ ഒരു മൂവി. ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്ന് പറയാൻ ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ തിര നമ്മൾ കാണുമ്പോഴത്തേക്കും അതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്. സോ അതുപോലെ തന്നെ ഒരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ ബേസ് ചെയ്തുള്ള ഒരു പ്ലോട്ടാണ് ഇവിടെ വിനീത് ശ്രീനിവാസൻ നമ്മുടെ മുന്നിൽ വെക്കുന്നത്. സോ ദേവ് മഹേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നോബിൾ ബാബു തോമസ് ഈ ഒരു മൂവിയിൽ ചെയ്യുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയും ലെനാർക്കോയിൽ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിന് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവി പറയുന്നത്. സോ ഇതിൽ മനോജ് കെ ജയൻ, ജോണി ആൻ്റണി, അങ്ങനെ നിരവധി സ്റ്റാർ കാസ്റ്റുണ്ട്, രേഷ്മ സെബാസ്റ്റ്യൻ. സോ അങ്ങനെ പോകുന്ന കുറേ സ്റ്റാർ കാസ്റ്റുകൾ ഈ ഒരു മൂവിയിലുണ്ട്. സോ ഒരു മൂവിയിൽ ഇങ്ങനെ ഈ ഒരു ക്രൈസിസിൽ അകപ്പെടുന്നത് എങ്ങനെയാണ്, അത് അദ്ദേഹത്തിൻ്റെ പാസ്റ്റുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് മൂവി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ഈ സിനിമയുടെ ആ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് 3/4 മണിക്കൂർ ഒരു 50 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഈ ഒരു സിനിമയുടെ ഇൻ്റർവെൽ വരുന്നുണ്ട്. സോ പെട്ടെന്നാണ് അങ്ങനെയുള്ളൊരു സംഭവം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടേഴ്സായിട്ട് കണക്റ്റ് ആവാനുള്ള സമയമോ അങ്ങനെ ഒരു ഇമോഷണൽ ഡെപ്ത് ഉണ്ടാവേണ്ട സംഭവങ്ങളോ ഒന്നും തന്നെ സിനിമയിൽ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ വരുന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫിൽ നായകൻ ഇതിൽ നിന്നൊക്കെ ഒരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ നിന്നൊക്കെ ഈ ഒരു ആളുകളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഒരു സിനിമയിൽ കൂടുതലായും പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറേ കോമഡിയും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് എവിടെയും ഇമോഷണൽ ഡെപ്തോ നല്ല സ്ക്രീൻ പ്ലേ ഒന്നുമില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് പെർഫോം ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും ആർക്കുമില്ല. കൊടുത്തതോളം എല്ലാവരും തന്നെ ഒരു മിഡ് ലെവൽ പെർഫോമൻസിലൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഹീറോയിക് മൊമെൻറ്റ്സും സംഭവങ്ങളും ഗൂസ് ബമ്പുള്ള മൊമെൻറ്റ്സും കാര്യങ്ങളും ഒന്നും സിനിമയിൽ എഫക്റ്റീവായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഒരു നെഗറ്റീവാണ്. റിച്ച് മേക്കിങ്ങും സിനിമാറ്റോഗ്രഫിയും ആക്ഷൻ സീക്വൻസസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമയുടെ ആ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ വളരെ ഫ്ലാറ്റാണ്, അല്ലെങ്കിൽ ഒരു ഡൗൺ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു ഹ്യൂമൻ ട്രാഫിക്കിനെ കുറിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ എംബസൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് സിനിമയുടെ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ സിനിമയിൽ യാതൊരു ഇമോഷണൽ ഡെപ്തും കണക്ഷനും ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് സിനിമയുടെ ഒരു പ്രശ്നമാണ്. നല്ല ആക്ഷൻ സീക്വൻസും റിച്ച് ആയിട്ടുള്ള മേക്കിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കണ്ടാലും നഷ്ടമില്ല, കണ്ടില്ലെങ്കിലും നഷ്ടമില്ല എന്നുള്ള രീതിയിലുള്ളൊരു മൂവിയാണ്. വേണമെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടു മറക്കാം എന്ന് പറയാം.